ഒരു വന്യജീവി മനുഷ്യൻ്റെ സമീപം ഇഷ്ടപ്പെടുന്നില്ല. അതിന് സുഖമായി വസിക്കാൻ ഇഷ്ടം എൻ്റെ കാട്ടിനുള്ളിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇരപിടിക്കാൻ പറ്റാത്ത ആവുന്ന കടുവകൾ, പിന്നെ വയസ്സായിട്ട് പല്ലൊക്കെ കൊഴിഞ്ഞിട്ടും അപ്പോഴും ഇരപിടിക്കാൻ സാധ്യതയില്ലാത്തതും പറ്റാത്തതും കാട്ടിനുള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തതാണ് കാട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളത്. 213 കടുവകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. രാജ്യത്ത് കടുവ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യഘട്ടം അതിൻ്റെ പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ നോഡൽ ഓഫീസർ പി പ്രമോദ് IFS ആണ് നമ്മുടെ കൂടെയുള്ളത്. കേരളത്തിൽ നമ്പർ ഓഫ് ടൈഗർ കൂടും എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു മാർജിനൽ ഇൻക്രീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യമായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അതാണ് നമ്മുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള ഒരു കണക്ക്. അങ്ങനെ ഒരു നിഗമനത്തിലെത്താനായിട്ടുള്ള സമയമായിട്ടില്ല. കാരണം ഒന്നാം ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ളൊരു ഘട്ടത്തിൽ ക്യാമറ കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിട്ട് കടുവകൾ സാധാരണഗതിയിൽ കാണാൻ സാധ്യതയുള്ള കടുവ സങ്കേതങ്ങളിലും അതുപോലെയുള്ള വന്യജീവി സങ്കേതങ്ങളിലും ഒക്കെ ക്യാമറകൾ വെച്ചിട്ടുള്ള നിരീക്ഷണമാണ്. അത് ഫെബ്രുവരി മുതൽ ഒരു മാസം മാർച്ച് 1 വരെയുള്ള കാലഘട്ടത്തിലാണ് അത് ചെയ്യുന്നത്. അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് പൂർണ്ണമായൊരു ചിത്രം വെളിവാകുകയുള്ളൂ. കഴിഞ്ഞ സെൻസസിൻ്റെ കാലത്ത് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ നടത്തിയപ്പോൾ 213 കടുവകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. മാക്സിമം പോയ ഒരു 225 എന്നതൊക്കെയാണ് ഒരു ഏതാണ്ടൊരു കണക്ക്. കൃത്യമായി ഒന്നും പറയാൻ ഇപ്പോൾ സാധിക്കില്ല. കാരണം വൈൽഡ് അനിമൽസിൻ്റെ കാര്യമല്ലേ. കാട്ടിനുള്ളിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ള അനാലിസിസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കണക്കുകളാണ്. സെൻസസിൻ്റെ ആദ്യഘട്ടം രാജ്യത്ത് തന്നെ ആദ്യമായി പൂർത്തിയാക്കിയത് നമ്മളാണെന്ന് തോന്നുന്നു. അതെ, സിങ്ക്രണൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ചെറിയ ചെറിയ ഡേറ്റുകളിൽ വ്യത്യാസം വരാം. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് ഫേസ് ആദ്യം പൂർത്തിയാക്കിയത് ഇന്ത്യയിൽ തന്നെ കേരളമാണ്. നിലവിൽ കേരളത്തിൽ ടൈഗർ കൂടുതലുള്ളത് ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് പോലുള്ള സ്ഥലത്താണോ അതോ വയനാട് പോലുള്ള സ്ഥലങ്ങളിലാണോ? രണ്ട് തരത്തിൽ ഇതിനെ പറയാം. ടൈഗർ ഡെൻസിറ്റി. കടുവ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരു ടെറിട്ടോറിയൽ അനിമലാണ്. ആക്റ്റീവായിട്ടത് അതിൻ്റെ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പിന്നെ വയനാട്ടിലുള്ള ഹാബിറ്റാറ്റിൽ അത് ഒരു 10-15 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ ഒരു കടുവ എന്ന കണക്കിലൊക്കെ കാണുന്നുണ്ട്. അതേസമയം പെരിയാർ പോലെയുള്ള അടിക്കാടുകൾ ധാരാളമുള്ള ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ ഒരു 40 സ്ക്വയർ കിലോമീറ്ററൊക്കെയാണ് ഒരു കടുവയുടെ പിന്നെ ആക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടെറിട്ടറി. അപ്പോൾ ഡെൻസിറ്റി വൈസ് പെരിയാറിൽ കുറവാണ്, എന്നാൽ വയനാട് ലാൻഡ്സ്കേപ്പിൽ കൂടുതലാണ്. ഈ മനുഷ്യരും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം ഭയങ്കരമായി കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് കടുവയുടെ എണ്ണം കൂടുതൽ എന്നതൊക്കെ ആളുകളെ, പ്രത്യേകിച്ച് പല സ്ഥലത്തും കടുവ വയനാടൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ഇറങ്ങുന്ന ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ടല്ലോ. ഒരു വന്യജീവി മനുഷ്യൻ്റെ സമീപം ഇഷ്ടപ്പെടുന്നില്ല. അതിന് സുഖമായി വസിക്കാൻ ഇഷ്ടം എൻ്റെ കാട്ടിനുള്ളിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും പിന്നെ പ്രതികൂലമായ കാരണങ്ങളുള്ളത് കൊണ്ടാണ് കാട്ടിന് പുറത്തേക്ക് വരുന്നത്. അന്ന് പ്രധാന കാര്യം ഡിസ്റ്റർബൻസാണ്. ഡിസ്റ്റർബൻസ് ഉണ്ട് കാട്ടിനുള്ളിൽ, അല്ലെങ്കിൽ അതിൻ്റെ അരികുകളിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് നാട്ടിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടുവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തിലുള്ള കുറവ്, എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് ഹണ്ട് ചെയ്യുന്നതിനിടയിലുള്ള പരിക്കൊക്കെ പറ്റിയിട്ട് ഇരപിടിക്കാൻ പറ്റാത്ത ആവുന്ന കടുവകൾ, പിന്നെ വയസ്സായിട്ട് പല്ലൊക്കെ കൊഴിഞ്ഞിട്ടും അപ്പോഴും ഇരപിടിക്കാൻ സാധ്യതയില്ലാത്തതും പറ്റാത്തതും കാട്ടിനുള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തതാണ് കാട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളത്. ഈ ഫൈനൽ കണക്ക് എപ്പോഴത്തേക്കായിരിക്കും വരിക? ഓൾ ഇന്ത്യ ലെവലിൽ പറയുകയാണെങ്കിൽ 2027 ജൂലൈ 29 വേൾഡ് ടൈഗർ ഡേ. അപ്പോൾ അന്നാണ് ഇത് റിലീസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ. അത് പ്രധാനമന്ത്രിയായിരിക്കും സാധാരണ ചെയ്യുന്നത്. അത് എല്ലാ ടൈഗർ റിസർവ്സിൻ്റെയും അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ മൊത്തം ഉള്ള കണക്കുകൾ ക്രോഡീകരിച്ചിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ മൊത്തത്തിലാണ് പുറത്തുവിടുക. രാജ്യത്തിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ടൈഗറുള്ളത്? ഏറ്റവും കൂടുതലുള്ളത് MP സെൻട്രൽ ഇന്ത്യൻ ലാൻഡ്സ്കേപ്പിലാണ് കൂടുതൽ ടൈഗേഴ്സ് ഉള്ളത്. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ക്യാമറകൾ വെച്ചിട്ടുള്ള പരിശോധനകളിലാണ്. അത് കുറച്ചുകൂടി കാടിനകത്ത് ക്യാമറ വെക്കുന്നു. ഇത് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിൽസും മറ്റും പതിയുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ആ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയും. അതാണ് സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.